नमस्ते सभी को आज की कक्षा में स्वागत है। आज हमारा पाठ्य पुस्तक वसंत का तीसरा पाठ नादान दोस्त पढ़ने जा रहे हैं। इस कहानी को 3 भागों में बांट दिया गया है। इस वीडियो में पहला भाग है। इस कहानी की रचयिता प्रेमचंद है। मुंशी प्रेमचंद ने हिंदी में अनेक कहानियाँ और उपन्यास लिखे हैं। उनको हिंदी साहित्य के उपन्यास सम्राट माना जाता है। उनका उपन्यास गोदान कृषकों का महाकाव्य कहा जाता है। इस कहानी का नाम है नादान दोस्त। इसमें बच्चों के सहज जिज्ञासा और भोलापन को दर्शाया है। कहानी का नाम नादान दोस्त, इसका मतलब है നിഷ്കളങ്കരായ സുഹൃത്തുക്കൾ। नादान निष्कलंक, इनोसेंट। इस कहानी के 2 पात्र हैं, केशव और श्यामा। ये दोनों भाई बहन हैं। ये दोनों ने अपने घर के कार्निस के ऊपर हर एक दिन 2 चिड़िया आते जाते देखा पाते। इससे उनके मन में होने वाले संदेह और उनकी जिज्ञासा इस कहानी में बताया गया है। ये कहानी सुनिए। नादान दोस्त। केशव के घर कार्निस के ऊपर एक चिड़िया ने अंडा दिए थे। केशव और उसकी बहन श्यामा दोनों बड़े ध्यान से चिड़िया को वहाँ आते जाते देखा करते। सवेरे दोनों मांगे मलते कार्निस के सामने पहुंच जाते। चिड़ा और चिड़िया दोनों वहां बैठा पाते। उनको देखने में बच्चों के मन में न मालूम क्या मज़ा मिलता। दूध और जलेबी का सुध भी न रहती। सवेरे दोनों मांगों मलते ही कार्निस के सामने पहुंच जाते और उनको देखने में दोनों बच्चों को न मालूम क्या मज़ा मिलता है। दूध और जलेबी का സുധ भी നരുത്തി. ആ 2 പക്ഷികളെയും കണ്ടതിന് ശേഷം എന്താണെന്നറിയില്ല, ഈ കുട്ടികൾക്ക് രണ്ടുപേരും എല്ലാ കാര്യങ്ങളും മറന്നുപോകും. നമുക്കറിയില്ല അവർക്ക് എന്താണ് കിട്ടിയതെന്ന്. വേ ദൂത് ഔർ ജലേബി കാ സുധ ഭി നരുത്തി थी. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ കണ്ണു തുറന്നാൽ ആങ്ക് മലത്തെ ഹി ये दोनों कार्निस के सामने जा पहुंचे और चिड़िया को वहाँ महता जाते पाते. ആ പക്ഷികൾ വരുന്നതും പോകുന്നതും ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ. और हमको ना मालूम बातें ये दोनों बच्चों को क्या मिलते वे दूध और जलेबी का सुध भी न रहती. അവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നോ പാല് കുടിക്കണമെന്നോ ജലേബി മീൻസ് പലഹാരം കഴിക്കണമെന്നോ ഒന്നുമില്ല. അതെല്ലാം അവർ മറന്നുപോയി. അവർ കണ്ണ് തുറന്നാൽ ഉടനെ ഈ പക്ഷികളെ നോക്കാനാണ് പോകുന്നത്. दोनों के दिल में तरह तरह के सवाल उठते. इन दोनों बच्चों के मन में कई तरह के उठते. अंडे कितने बड़े होंगे, किस रंग के होंगे, कितने होंगे, क्या खाते होंगे, उनमें से बच्चे कैसे निकल आएंगे, बच्चों के पैर कैसे निकलेंगे, घोंसला कैसा है. अनेक सवाल उन दोनों के मन में ഉഗത്തെ ഹേ. ഇപ്രകാരം കുട്ടികളുടെ മനസ്സിൽ അനേകം ചോദ്യങ്ങൾ ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരുന്നു. ആ പക്ഷികളുടെ മുട്ട എത്രമാത്രം വലുതായിരിക്കും, എന്ത് നിറമായിരിക്കും, എത്ര മുട്ട ഇട്ടിട്ടുണ്ടായിരിക്കും, ആ മുട്ടയിൽ നിന്ന് എങ്ങനെയാണ് പക്ഷികൾ പുറത്തേക്ക് വരുന്നത്, പക്ഷികളുടെ ചിറക് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, പുറത്തേക്ക് വരുന്നത്, ആ പക്ഷികൾ എന്തായിരിക്കും കഴിച്ചിട്ടുണ്ടാകുക, അവരുടെ കൂടെ എങ്ങനെയാണ്, ഇത്തരത്തിൽ അനേകം ചോദ്യങ്ങൾ അവരുടെ മനസ്സിലുണ്ടായി. ना अम्मा को घर के काम धंधों से फुर्सत नहीं, ना बाबू को पढ़ने लिखने में. दोनों बच्चे आपस में सवाल जवाब करके अपने दिल को तसल्ली दे लिया करते थे. അതുകൊണ്ട് അമ്മയ്ക്ക് വീട്ടിലെ ജോലി കഴിഞ്ഞിട്ട് ഘർക്കെ കാം ധന്ദേ വീട്ടു ജോലികൾ കഴിഞ്ഞിട്ട് നേരമില്ല. ബാബുജിക്കോ അച്ഛനാണെങ്കിലോ പഠനെ ലിഖനെ മേ अपनेപ്പോഴും വായിക്കലും എഴുതലും ഒക്കെ ആയിട്ട് ഇങ്ങനെ അച്ഛന് സമയം പോകുന്നു. उनके इन सवालों का जवाब देने के लिए घर में कोई नहीं है, इसलिए वे दोनों बच्चे
क्या किए, वे आपस में सवाल जवाब करके अपने मन को तसल्ली दे दिया गया. അവർ ആപ്പസ്മേ പരസ്പരം ശ്യാമ കേശവനോടും കേശവൻ ശ്യാമയോടും പരസ്പരം ചോദ്യങ്ങൾ ചോദിച്ച് അപ്പനെ മൻകോ തസല്ലി ദേ ലിയ കർത്തേ ഥേ, തൻ്റെ മനസ്സിനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. തസല്ലി ദേന മീൻസ് സാന്ത്വനിപ്പിക്കുക, ആശ്വാസം പകരുക. തൻ്റെ മനസ്സിനെ, ഈ മനസ്സിലുണ്ടായ ചോദ്യങ്ങൾക്കെല്ലാം ഇങ്ങനെ അവർക്കറിയാവുന്ന രീതിയിലുള്ള മറുപടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവരുടെ മനസ്സിനെ ആശ്വസിപ്പിച്ചു. ശ്യാമ കഹത്തി, ക്യോം ഭയ്യ बच्चे निकल कर पुर से उठ जाएंगे, केशव विद्वान जैसे गर्व से कहा. री पगली पहले पर निकलेंगे, बगैर पैरों के बेचारे कैसे उड़ेंगे. അപ്പോൾ ശ്യാമ ചോദിച്ചു, ചേട്ടാ പക്ഷികൾ പെട്ടെന്ന് തന്നെ ഫുർസെ, പെട്ടെന്ന് ഈ മുട്ടയിൽ നിന്ന് കുഞ്ഞു വിരിഞ്ഞാൽ അപ്പം തന്നെ ഫുർസെ ഉഡ്ജായെങ്കിൽ, വേഗം തന്നെ പറന്നു പോകുമോ. അപ്പോൾ സഹോദരൻ കേശവ് ബഡി വിദ്വാൻ ജയ്സെ ഗർവസെ കഹ, വളരെ വിദ്വാനെ പോലെ, എല്ലാം അറിയാവുന്ന ആളെ പോലെ ഗൗരവത്തിൽ പറഞ്ഞു. ഈ പകലി പഹലെ പറ നികലെങ്കെ, ആദ്യം ചിറക് വരും. ബഗേർ പൈരോങ്കെ ബേച്ചാരെ കൈസേ ഉടേങ്കെ, ചിറകില്ലാതെ പക്ഷികൾ എങ്ങനെയാടി പറക്കുന്ന. പൈർക്കെ ബിന വേ കൈസേ ഉടേങ്കെ, ചിറകില്ലാതെ അവരെങ്ങനെ പറക്കും. ഫിർ ശ്യാമ बेचारे क्या खिलाएगी. केशव इस पेचीदा सवाल का जवाब कुछ न दे सकता था. പാവം കേശവൻ ഈ ചോദ്യത്തിന്, ഈ पेचीदा मीन्स डिफिकल्ट सवाल, बहुत कठिन था. वे बेचारे क्या खिलाएगी, इसलिए केशव को का कुछ जवाब न दे सका. इस तरह 3-4 दिन गुजर गए. इस प्रकार 3-4 दिन हो गई. बच्चों की जिज्ञासा दिन दिन बढ़ती जाती. കുട്ടികളുടെ ആ അറിയാനുള്ള ആഗ്രഹം, ആൻസൈറ്റി दिन दिन बढ़ती जाती, ഓരോ ദിവസം കൂടുന്തോറും കൂടിക്കൂടി വന്നു. अंडों को देखने के लिए वे अधीर हो उठते थे. ആ മുട്ടകൾ കാണാനായിട്ട് അവർക്ക് വെയിറ്റ് ചെയ്യാനായിട്ട്, അധീർ ഹോ ഉടനാന്ന് വെച്ചാൽ ഇംപേഷ്യൻ്റ് ആകുക, അവർക്ക് ക്ഷമയില്ല അത് കാത്തിരിക്കാനായിട്ട്. കാരണം ഈ മുട്ടയിൽ നിന്ന് കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ടാകുമോ, ആ മുട്ട എങ്ങനെയായിരിക്കും അത് കാണാനായിട്ട് അവർക്ക് വളരെയേറെ ആകാംക്ഷയായി. അവർക്ക് അതിനുവേണ്ടി കാത്തിരിക്കാനുള്ള ക്ഷമ നഷ്ടപ്പെട്ടു. ഉന്നോനെ അനുമാൻ ലഗായാക്കി അപ്പം ബच्चे ജറൂർ നികലായി. അവർ ചിന്തിച്ചു, അനുമാൻ ലഗാനാന്ന് വെച്ചാൽ അനുമാനിക്കുക, ചിന്തിക്കുക, ഗസ് ചെയ്യുക. अब बच्चे जरूर निकलाए, ഉറപ്പായിട്ട് ഇപ്പോൾ മുട്ട വിരിഞ്ഞ് കുഞ്ഞുണ്ടായിട്ടുണ്ടാവും. ബച്ചോं के चारे का सवाल अब उनके सामने आ खड़ा हुआ. അപ്പോഴാണ് കുട്ടികൾ ബച്ചോं के चारे के सवाल, ചാര മീൻസ് തീറ്റ, ഈ കുഞ്ഞുങ്ങളുടെ തീറ്റയെക്കുറിച്ച് അവരുടെ മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടായത്. ഈ കുട്ടികൾ എന്തായിരിക്കും കഴിക്കുക, ഈ പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് എന്തായിരിക്കും കൊടുക്കുക എന്ന ചിന്ത അവരുടെ മനസ്സിലുണ്ടായത്. बेचारी चिड़िया इतने बच्चों की पेट भरने के लिए चारा कहाँ से मिल पाएंगे. ഇത്രയും കുട്ടികളുടെ വയറ് നിറയ്ക്കാനുള്ള തീറ്റ, ചാര മീൻസ് തീറ്റ, ഈ പാവം പക്ഷി, അമ്മ പക്ഷി എവിടെ നിന്ന് കൊണ്ടുവരും. ഭൂക്ക് കെ മാരെ ബേച്ചാരെ ചൂം ചൂം കർ മർ ജായെങ്കിൽ, പാവം പക്ഷികൾ വിശന്ന് മരിച്ചു പോകും എന്നവരിങ്ങനെ ചിന്തിക്കുകയാണ്. ഇസ് മുസീബത്ത് കാ അന്താസ കർക്കെ, ഈ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട്, മുസീബത്ത് ഈ ഡിഫിക്കൽറ്റി, ഈ പക്ഷികൾക്ക് എന്ത് ഭക്ഷണം കൊടുക്കുമെന്ന് ചിന്തിച്ചിട്ട്, അന്താസ കർണ ഗസ് ചെയ്തിട്ട്, അനുമാനിച്ചിട്ട്, ദോനോ ബच्चे ഘബരാവുടെ, രണ്ടുപേരും പേടിച്ചു പോയി. പാവം പക്ഷികൾ എന്ത് കഴിക്കും. കിയാക്കി കാർണിസ്കെ ഊപ്പർ ധോഡാസ ദാന രഖ് ദിയാ ജായ്. രണ്ടുപേരും കൂടെ ഒരു തീരുമാനമെടുത്തു എന്ന് വരട്ടെ, നമുക്ക് ആ സൺഷൈഡിൻ്റെ മുകളിൽ കുറച്ച് दाना ग्रेन्स കൊണ്ടുപോയി വയ്ക്കാം. श्यामा खुश होकर बोली, तब तो चिड़ियों को चारे के लिए कहीं उठकर न जाना पड़ेगा ना. അപ്പം ശ്യാമയ്ക്ക് ഭയങ്കര സന്തോഷമായി. अब तो चिड़िया को चारा के लिए कहीं दूर न जाना पड़ेगा ना. അപ്പോൾ നമ്മൾ കുറച്ച് ഗ്രെയിൻസ് വെക്കുകയാണെങ്കിൽ പാവം അമ്മപ്പക്ഷിക്ക് ഇതുങ്ങൾക്ക് തീറ്റ കൊടുക്കാനായിട്ട് തീറ്റ തേടി ദൂരെ എങ്ങും പോകേണ്ടി വരില്ലല്ലോ. ശ്യാമയ്ക്ക് ഭയങ്കര ഹാപ്പിയായി. ശ്യാമ ബഹുത് ഖുശ് ഹുയി. സുൻകർ കേശവനെ കഹാ, നാഹിം തബ് ക്യോം ജായേഗി.
ഇല്ല, പിന്നെ എന്തിനാ പോണത്? അവർക്ക് കഴിക്കാനുള്ള ധാന്യങ്ങൾ നമ്മൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തിനാ പോണത്? ആകെ ശ്യാമ और एक सवाल पूछती है, क्यों भैया बच्चों को धूप न लगती होगी? അപ്പോഴാണ് ശ്യാമ മറ്റൊരു ചോദ്യം ചോദിച്ചത്. ചേട്ടാ, ഈ പക്ഷികൾക്ക് വെയിലടിക്കില്ലേ? സൺഷെയ്ഡിൻ്റെ മുകളിലല്ലേ ഇരിക്കുന്നത്, വെയിലടിക്കില്ലേ? കേശവ് കാ ധ്യാൻ ഇസ് തക്ലീഫ് കി തരഫ് ന ഗയാ ഥാ. കേശവൻ്റെ ശ്രദ്ധ ആ വഴിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് കേശവൻ ചിന്തിച്ചിട്ടില്ല. വഹു ഉസ്കെ ബാരേമേ നഹി സോച്താ ഥാ. കേശവ് ബോല ജരൂർ തക്ലീഫ് ഹോ രഹി ഹോഗി. തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാകും. ബേച്ചാരെ പ്യാസ്കെ മാരെ തടപ്തേ ഹോങ്കെ. പാവം പക്ഷി കുഞ്ഞുങ്ങൾ പ്യാസ്കെ മാരെ തടപ്തേ ഹോങ്കെ. ഉറപ്പായിട്ടും വെള്ളം കുടിക്കാതെ ദാഹം കൊണ്ട് പിടയ്ക്കുകയായിരിക്കും. ഊപ്പർ ഛായ ഭീത്തോ കുച്ച് നഹി. മുകളിലൊരു തണൽ പോലും ഇല്ലല്ലോ. അവർക്ക് തണൽ കൊടുക്കാനായിട്ട് മുകളിൽ യാതൊരു വസ്തുവും ഇല്ലല്ലോ. ഛായ, ഷെയ്ഡ്. ആഖിർ യഹി ഫൈസല ഹുവാ കി ഘോസലെ കെ ഊപ്പർ കപ്പടെ കി ഛത്ത് ബനാ ദേഗി. അവസാനം അവരൊരു തീരുമാനത്തിലെത്തി. ആ പക്ഷിക്കൂടിൻ്റെ മുകളിൽ, ഘോസല പക്ഷിക്കൂട്, നെസ്റ്റ്, അതിൻ്റെ മുകളിൽ തുണി കൊണ്ട് ഒരു മേൽക്കൂര ഉണ്ടാക്കാം. അപ്പോൾ വെയിലടിക്കില്ലല്ലോ. അനിക്ക് പ്യാലി और थोड़ा सा चावल रख देने का प्रस्ताव स्वीकृत हो गया. അതുകൂടാതെ പാനിക്ക് പ്യാലി, ഒരു കപ്പിൽ, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും, ദോഡാസ ചാവൽ രഖ് ദേനെ കാ പ്രസ്താവ് സ്വീകൃത ഹോ ഗയ, കുറച്ച് വെള്ളവും കുറച്ച് ധാന്യങ്ങളും കൊണ്ടുവയ്ക്കുവാനെന്നുള്ളൊരു തീരുമാനത്തിൽ അവർ രണ്ടുപേരും എത്തിച്ചേർന്നു. ദോനോ ബച്ചെ ബഡെ ചാവ് സെ കാം കർണേ ലഗേ. രണ്ട് കുട്ടികളും ദോനോ ബഡേ ചാവ് സെ കാം കർണേ ലഗേ. രണ്ട് കുട്ടികളും വളരെയേറെ ഉത്സാഹത്തോടു കൂടി പ്രവൃത്തികളൊക്കെ ചെയ്യാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് ധാന്യങ്ങൾ കൊടുക്കണം, അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാൻ തുടങ്ങി. ശ്യാമ മാം കി ആങ്ക് ബച്ചാക്കർ മടക്കേ സെ ചാവൽ നികാൽ ലായി. ശ്യാമ അമ്മയുടെ കണ്ണ് വെട്ടിച്ച് അരിക്കളത്തിൽ നിന്ന് കുറച്ച് അരി എടുത്തുകൊണ്ട് വന്നു. അവനെ പത്ഥർ കി പ്യാലി കാ തേൽ ചുബ്കെ സെ ജമീൻ പർ ഗിരാ ദിയാ और उसे खूब साफ करके उसमें पानी भरा. അത് നല്ലവണ്ണം കഴുകി, ഉസ്കോ ഖൂബ് സാഫ് കർക്കെ, നല്ലവണ്ണം വൃത്തിയാക്കി. പത്തർക്കാ പ്യാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചിര തിങ്ങുന്ന, അത് നല്ല വൃത്തിയാക്കി കഴുകി അതിനകത്ത് നിറയെ വെള്ളം ഒഴിച്ചു വെച്ചു. अब चांदनी के लिए कपड़ा कहाँ से आए? ഓ, ഇനി മുകളിൽ കപ്പടെ കാ ഛത്ത് ബനാ ദേനാ ഹേ നാ, इसके लिए कपड़ा कहाँ से आए? അതിന് വസ്ത്രം എവിടെ നിന്ന് കിട്ടും? फिर ऊपर बगैर चड़ियों के कपड़ा कैसे टकरेगा और चड़ियाँ खड़ी होगी कैसे? ഇനിയിപ്പോൾ വസ്ത്രം കിട്ടിയാൽ തന്നെ അവിടെ കമ്പും കോഴും സാധനങ്ങളൊന്നുമില്ല സൺഷെയ്ഡിൻ്റെ മുകളിൽ. അവിടെ എങ്ങനെ ആ തുണി എങ്ങനെ ഛത്ത് പോലെ ആക്കി വെക്കും? ആ കപ്പട ടകരേക കേസേ, അതെങ്ങനെയാണെന്ന് ഉറപ്പിച്ച് വെക്കുക? തങ്ങി നിൽക്കുന്നത് എങ്ങനെയാണ്? വെറുതെ ആകാശത്തിലൊരു തുണി വിരിച്ചാൽ അതവിടെ തങ്ങി നിൽക്കുമോ? ചടി മീൻസ് സ്റ്റിക്ക്, കമ്പ്, അവിടെ കമ്പോ കോലോ ഒന്നുമില്ല, എങ്ങനെ വയ്ക്കും? ഔർ ചടി കടി ഗോഗി കേസേ. ഇനിയിപ്പോൾ അഥവാ കമ്പ് കിട്ടിയാലും ആ മണ്ണിലാണെങ്കിൽ നമുക്ക് കുത്തി താത്തി ഉറപ്പിച്ച് വെക്കാം. പക്ഷെ വാർക്കയുടെ മുകളിലാണ്, അത് എങ്ങനെ ഉറപ്പിച്ച് വെക്കാൻ പറ്റും? കേശവ് ബഡി ദേർ തക്ക് ഉദ്ദേഡ് ബുൻമേ രഹ. കേശവൻ കുറേ നേരം ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് തന്നെയിരുന്നു. ഉദയ ബുൻമേ രഹന എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ച് ഗാഢമായി ചിന്തിച്ചിരിക്കുക. ആഖിർകാർ ഉസ്നെ യഹ് മുഷ്കിൽ ഭി ഹൽ കർ ദിയ. അവസാനം ഈ ബുദ്ധിമുട്ടും കേശവൻ പരിഹരിച്ചു. കേശവ് ശ്യാമാസെ പോല ജാക്കർ കൂടാ ബേങ്കനെ വാല ടോക്കരി, നീ ഓടിപ്പോയിട്ട് ആ വേസ്റ്റ് ഇട്ട് വയ്ക്കണ കൊട്ട എടുത്തുകൊണ്ട് വരൂ, ബാസ്ക്കറ്റ് എടുത്ത് വരൂ. അമ്മച്ചിക്കോ മത് ദിഖാന, ഡോണ്ട് ഷോ ടു അമ്മ, അമ്മ കാണരുത്, അമ്മ കാണാതെ. അവർക്ക് കൂടാ ബേങ്കനെ വാല ടോക്കരി കൂടാലാവും. അമ്മ കാണാതെ വേസ്റ്റ് ഇടുന്ന പാത്രം, ബക്കറ്റ് എടുത്തുകൊണ്ട് വരും. ശ്യാമ വഹു തോ ബീച്ച് സെ ഫട്ടി ഹുയി ഹെ ഉസ്മേ സെ ധൂപ് ന ജായേഗി. അപ്പോൾ ശ്യാമ ചോദിച്ചു, അത് ബീച്ച് മേ ഫട്ടി ഹുയി ഹെ, അത് അതിൻ്റെ നടുവിൽ പൊട്ടിപ്പോയതല്ലേ, കീറിയതല്ലേ. ഉസ്മേ സെ ധൂപ് ന ജായേഗി, അതിലൂടെ വെളിച്ചം കിടക്കില്ലേ, അതിലൂടെ വെയിൽ കിടക്കില്ലേ. അതിൻ്റെ നടുഭാഗം കീറിയതല്ലേ, പൊട്ടിയതല്ലേ, അതിലൂടെ വെളിച്ചം കിടക്കില്ലേ. കേശവനെ ചുഞ്ചിലാക്കർ ബോല തൂ തോ ടോക്കരിയില്ല.
मैं उसका सुराग बंद करने की वही हिकमत निकालूंगा. ബാസ്ക്കറ്റ് എടുത്തുകൊണ്ട് വാ, അതിൻ്റെ ഓട്ട അടയ്ക്കുന്നതിനുള്ള എന്തെങ്കിലും ഒരു മാർഗം, ഉപായം, ഹിക്മത്ത്, ഉപായ, ഐഡിയ, മാർഗം ഞാൻ കണ്ടുപിടിക്കാം. ശ്യാമ ദൗഡ്കർ ടോക്കരി ഉടാലായി. ശ്യാമ ഭാഗ്കർ ടോക്കരി ഉടാലായി. ശ്യാമ ഓടിപ്പോയി കൊട്ട എടുത്തിട്ട് വന്നു. കേശവനെ ഉസ്കെ സുരാഗ് മേ തോടാ സാ കാക്കസ് ടൂസ് ദിയ. കേശവൻ ആ ബാസ്ക്കറ്റിൻ്റെ ഓട്ടയിൽ കുറച്ച് പേപ്പർ ടൂസ് ദിയ, ആ ഹോളിൽ കുറച്ച് കടലാസ് ചുരുട്ടിക്കൂട്ടി കുത്തിക്കയറ്റി വെച്ചു. ടൂസിനെ തള്ളി കയറ്റി വയ്ക്കുക. അതിൻ്റെ ഓട്ട അടച്ചു. അവർ തब ടോക്കരി കോ एक टहनी से टिकाकर बोला. എന്നിട്ട് ആ കൊട്ടയെ ഒരു ടഹനി മീൻസ് സ്മോൾ ബ്രാഞ്ച് ഓഫ് ട്രീ, മരത്തിൻ്റെ ചെറിയ കമ്പിനാണ് ടഹനി എന്ന് പറയുന്നത്. ഒരു ചെറിയ കമ്പിൽ കെട്ടിവെച്ചു. എന്നിട്ട് പറഞ്ഞു, ദേഖ് ऐसे ही घोंसले पर उसकी आड़ कर दूँ. ഇത് നോക്കിയേ, നമുക്ക് ഇങ്ങനെ ആ കൂടിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ ആ ചത്തുമേൽക്കൂര ഉണ്ടാക്കി വയ്ക്കാം എന്ന് പറഞ്ഞു. തബ് കൈസേ ധൂപ് ജായേഗി. ഇനി ഒന്ന് വെയിലെങ്ങനെ പോകും? അണ്ട് ഓട്ട കടലാസ് വെച്ച് ഓട്ട അടച്ചു. അബ് ധൂപ് കൈസേ ജായേഗി. ഇനി എങ്ങനെ വെയിലകത്ത് കിടക്കും? ശ്യാമാനെ ദിൽ മേ സോച്ചാ മേരി ഭയ്യ കിതന ചാലാക്ക് ഹെ. അപ്പോൾ ശ്യാമ മനസ്സിൽ ചിന്തിച്ചു, എൻ്റെ ചേട്ടൻ എത്ര മിടുക്കനാ. യഹാം ഇസ് കഹാനി കാ പഹലാ ഭാഗ് की समाप्ति है. आगे की कहानी दूसरे और तीसरे भाग में हम देखेंगे. കഥ മനസ്സിലായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ നമസ്കാരം.